ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിക്ക് നീട്ടിട്ടുണ്ട്. കട്ടൻ ചായ കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മധുരം ഇടാത്ത കട്ടൻ ചായയാണ്. എനിക്ക് മധുരം ഇഷ്ടമല്ല. മധുരം കൂടുതലായി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി നീട്ടിട്ടില്ല. ഇതാ അമ്മയും മുരളിയൊന്നും നീട്ടിട്ടില്ല. അപ്പോൾ പയറ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ചായ വെച്ചു, ചുക്കുവെള്ളം വെച്ചു, അരിക്കുള്ള വെള്ളം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴേക്ക് പയറൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവല്ല ഭാഗത്തൊക്കെ പയറ് ഉപ്പേരി എന്നല്ല പറയുക, മെഴുക്ക് പുരട്ടി എന്നാണ് പറയുക. നമ്മളവിടെ ഉപ്പേരി എന്ന് പറയും. അവർ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് വറുക്കണ കായ വറുത്തത്, ശർക്കര, അതിനൊക്കെയാണ് ഉപ്പേരി എന്ന് പറയുക. പിന്നെ ശ്രീലക്ഷ്മിക്ക് സ്കൂളില്ല, ശനിയാഴ്ചയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുകയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, നീട്ടിട്ടില്ല. സ്കൂളുള്ള ദിവസം രാവിലെ ഒരു ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും പോണ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നിനും സമയം കിട്ടലില്ല. അപ്പോൾ പിന്നെ പയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ശ്രദ്ധിക്കണം, കാരണം പുഴുക്കളുണ്ടോയെന്ന് അതും നോക്കണം. അപ്പോൾ അരി കഴുകിയിട്ടതിന് ശേഷം വേണം കുളിക്കാൻ പോവാൻ. അപ്പം ചിട്ടകളൊക്കെ മാറി. മറ്റേത് കുളി കഴിഞ്ഞിട്ടായിരുന്നു എല്ലാ പരിപാടിയും. ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് അടുപ്പിൻ്റെ അടുത്ത് പണിയെടുത്താൽ അത് കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് കണ്ണിന് പുക ഒന്നും അടിക്കാൻ പറ്റില്ല. കണ്ണിക്ക് ആവി കയറാൻ പാടില്ല. ലൈറ്റിൻ്റെ വട്ടം നേരിട്ട് നോക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ കുഴപ്പങ്ങളുണ്ട് ഇപ്പോൾ കണ്ണിന്. അതൊക്കെ ഒന്ന് മാറിയതായിരുന്നു. എന്നാൽ ഞാൻ സ്ഥിരം ഒറ്റിക്കണ തുള്ളി മരുന്നുണ്ട്, അത് നോക്കുമ്പോൾ അത് നല്ല കടകളിലില്ല സ്റ്റോക്ക്. അപ്പോൾ അത് വന്നിട്ട് വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് പൊട്ടിച്ചാകുമ്പോഴേക്ക് വെള്ളം തിളയ്ക്കും. അപ്പോൾ അത് അരി കഴുകിയിട്ട് നേരെ കുളിക്കാൻ പോകണം. പിന്നെ എന്താ ചായക്കടി, ഈ വർക്കിൻ്റെയിലൊന്നും ചായക്കടി ഉണ്ടാക്കലില്ല. ഞായറാഴ്ച മാത്രമേ ഞാൻ ചായക്കടി ഉണ്ടാക്കുള്ളൂ. കാരണം അന്ന് എനിക്കൊരു ശരിക്കൊരു ഒഴിവ് കിട്ടുള്ളൂ. ഞങ്ങൾ മാത്രമല്ല, അമ്മയും മുരളിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ചായക്ക്. ഇന്നലെ പിന്നെ ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടോ, കപ്പ പൊങ്ങി. ഇന്നിപ്പോൾ കഞ്ഞിയാണ്, അമ്മയ്ക്ക് മരുന്നുള്ളതുകൊണ്ട്. പിന്നെ എന്താ പറയുക, ശ്രീലക്ഷ്മിക്ക് ഇപ്പം അന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് വീട്ടിൽ നേരം പോകണ്ടേ. അപ്പോൾ ഞാൻ പോന്നപ്പോൾ 2 മാഗി നൂഡിൽസും വാങ്ങി, ബ്രെഡ് വാങ്ങി, മുറുക്ക് വാങ്ങി, പിന്നെന്താണ് കുറച്ച് പൊക്കവട അതും വാങ്ങി. അപ്പോൾ അത് ഇരുന്ന് തിന്ന് പഠിക്കലുമായി. അങ്ങനെ എന്താ പറയുക, സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് അങ്ങനെ വൈകുന്നേരം ആവണം. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകാനാണ്. എല്ലാ സ്ഥലത്തും പനിയാണ്, പേടിയാണ് നമുക്ക് വരുന്നത്. ഇവിടെ അമ്മ ഉള്ളതുകൊണ്ട് വേറെ ആർക്ക് വന്നാലും വേണ്ടില്ല, അതിന് വന്നാലാണ് കൂടുന്നത്. വന്നാൽ ഹോസ്പിറ്റലിലേക്കും കൂടി കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ധൃതി പിടിച്ചുള്ള പണിയിലാണ്. കുറേ ദിവസമായിട്ട് വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ ഇടാനുള്ള സമയം കിട്ടണില്ല. രാവിലെ ഇല്ല, വൈകുന്നേരത്ത് വന്നാൽ ഞങ്ങളൊക്കെ അപ്പോഴേക്കപ്പോഴേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരത്ത് വേറെ വയ്ക്കണം, രാവിലെയും വേറെ വയ്ക്കണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ
ഞങ്ങൾ ശരീരത്തിന് കേടുമില്ല കേട്ടോ. തണുത്തത് തിന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. പിന്നെ വേറെന്താ, ഇങ്ങനെയൊക്കെ പോണു. അപ്പോൾ താങ്ക് യു.